ഇപ്പോൾ ഈ സന്ദീപ് വാര്യരെ പോലുള്ള ആളുകളൊക്കെ ഈ CJP എന്ന് പറയുന്ന ഒരു ഡീല് കേരളത്തിലുണ്ട് എന്നൊക്കെയുള്ള, അതായത് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി, ഇവർ തമ്മിൽ വലിയൊരു ധാരണയുണ്ട്. കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഭാഗമായിട്ട് വീണ്ടും CPM-നെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ചിലവരുടെയൊക്കെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഡീലുണ്ട്. നേരത്തെ തന്നെ നമ്മുടെ ചുവപ്പ് നിറച്ചാൽ കാവിയാകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളൊക്കെ വളരെ രസകരമായിട്ട് കേരളത്തിൽ ഇങ്ങനെ പ്രചരിച്ച് നടന്നതാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ടോ? ഈ ഗവർണറുടെ ഈ മലയാളി സിംഹമാണ്, വികസിത ഭാരതം വികസിത കേരളം ഇല്ലാതെ സംഭവിക്കില്ല എന്ന് പറയുന്നു. തീർച്ചയായിട്ടും. ഇനി അസംബ്ലി ഇലക്ഷന് ഇപ്പം പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു. അസംബ്ലി ഇലക്ഷന് അധികം വേണ്ട ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. പശ്ചാത്തല ഒരുക്കങ്ങളൊക്കെ തുടങ്ങേണ്ട സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP-യുടെ ഏറ്റവും വലിയൊരു ആവശ്യമെന്ന് പറയുന്നത് CPM അധികാരത്തിലിരിക്കുക എന്നുള്ളതാണ്. കാരണം CPM അധികാരത്തിലിരിക്കുമ്പോൾ മാത്രമാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ? എന്തുകൊണ്ടാണ് BJP അങ്ങനെ ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ്? CPM അധികാരത്തിലിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അണികളുടെ ഇടയിൽ വളരെയധികം നല്ല സംഘർഷം നിലനിർത്തുകയും അതോടൊപ്പം തന്നെ BJP-യെ പ്രത്യക്ഷമായിട്ട് അവരുടെ എല്ലാത്തിനെയും ഘടകവിരുദ്ധമായിട്ട് എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM പ്രത്യക്ഷമായിട്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക. അവരുടെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സാണ്. CPM എന്ന് പറഞ്ഞ സംഗതി അവരെ സംബന്ധിച്ചിട്ടൊരു ഭീഷണിയോ അല്ലെങ്കിൽ ഒരു CPM മുക്ത ഇന്ത്യയോ എന്നല്ല BJP-യുടെ മുദ്രാവാക്യം എന്നുള്ളത്. കോൺഗ്രസ് മുക്ത രാഷ്ട്രമാണ് BJP-യുടെ മുദ്രാവാക്യം എന്നുള്ളത്. അപ്പം കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 3 തവണ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറി എന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് അതോടുകൂടി കഴിയും. അപ്പോൾ കോൺഗ്രസ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഗുണമാർക്കം ഉണ്ടാവുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് എന്ന് പറയുന്നത് BJP ആയിരിക്കും. അതോടൊപ്പം തന്നെ CPM അധികാരത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്? അപ്പം അടുത്ത ഒരു വർഷവും അടുത്ത ഒരു ടേം കൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനായാൽ വളരെ സന്തോഷം. അതല്ലെങ്കിൽ CPM അധികാരത്തിൽ വരിക എന്നുള്ളത് രാഷ്ട്രീയമായ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഏറ്റവും അത്യാവശ്യം ഇന്ന് കേരളത്തിലെ BJP-ക്കാണ്. അപ്പോൾ ആ മുഖ്യ ലക്ഷ്യത്തിനകത്ത് നിന്നുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എങ്കിൽ അതിൻ്റെ കോർ ലെവൽ RSS-കാരനായ അടിമുടി RSS-കാരനായ ഗവർണർ പ്രവർത്തിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.